അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ, അത് വ്യക്തമാണ്. മാർച്ച് മാസം വരെ നിൽക്കാനുള്ള ഒരു സാഹചര്യം മാത്രമാണുള്ളതെന്ന് 260 ഹോസ്പിറ്റലുകൾ 150 ഹോസ്പിറ്റലുകൾ ഓൾറെഡി പിന്മാറിയിരിക്കുന്നു. 260 ഹോസ്പിറ്റലുകൾ പിന്മാറിയേക്കുമെന്നുള്ളൊരു സാഹചര്യം. ഡോക്ടർ എസ് വീഴ്ച ആരുടേതാണ്? വീഴ്ച തീർച്ചയായിട്ടും സർക്കാരിൻ്റെതാണ്. ഇപ്പോൾ ജനങ്ങൾ സർക്കാരിനാണ് ആശ്രയിക്കുന്നത് ഈ ആരോഗ്യകാര്യങ്ങളിൽ മൊത്തത്തിൽ. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം ആലോചിച്ച് നോക്കണം. നമ്മൾ 60 മുതൽ 70% ജനങ്ങൾ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുന്നു എന്നാണ് കണക്ക്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് തെറ്റോ ശരിയോ എന്നുള്ള തർക്കങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. തെറ്റെന്ന് പറയാനും പറ്റില്ല, കാരണം ഇവിടുത്തെ മന്ത്രിമാരുടെ സ്വകാര്യ ആശുപത്രികളാണ് പോകുന്നത്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പ്രശ്നം സ്വകാര്യ ആശുപത്രികൾ മാത്രമല്ല, സർക്കാർ ആശുപത്രികളെയും ബാധിക്കുക. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയുടെ കാര്യം തന്നെ പറയാം. ഇത് ഒരു സർക്കാരിൻ്റെ പറ്റി അവലോകനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പദ്ധതിയുടെ കാര്യത്തിൽ ആസൂത്രണത്തിൻ്റെയും നടത്തിപ്പിൻ്റെയും പൂർണ്ണമായ പരാജയമാണ്. ഇപ്പോൾ നമ്മളൊരു സർക്കാർ എന്തിനാണ്? സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നടത്തിക്കാനായിട്ടാണ്. ഇപ്പോൾ ആസൂത്രണം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കടം കയറുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ്റെ പരാജയമാണ് പൈസ കൊടുക്കാൻ പറ്റാത്തതും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുന്നത്. ഇത് സമ്പൂർണ്ണമായ പരാജയമാണ്. ഇത് നമ്മൾ യുദ്ധസ്ഥലത്ത് പോലും രോഗി പ്രധാനമാണ്. അസുഖം വരുന്നതിന് ചികിത്സിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമ്മളൊരു സർക്കാരുണ്ടായിട്ട് സാധാരണക്കാരന് ചികിത്സ നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. സർക്കാർ ആശുപത്രികളിലും വലിയ പ്രശ്നമാണ്. അവിടെയും ഇന്നത്തെ പല ചർച്ചകളും കാണുന്നുണ്ടായിരിക്കും. അവിടെയും മരുന്നുകളുമില്ല, ഉപകരണങ്ങളില്ല, ആവശ്യം ഡോക്ടർമാർ നഴ്സും ഇല്ലാത്ത സർക്കാർ ആശുപത്രികളുണ്ട്. ധർമാശുപത്രി എന്നൊക്കെയാണ് പേര്. ഞാൻ പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അവിടെ പോലും വലിയ പ്രശ്നങ്ങളാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി വലിയ 100-ലധികം വർഷം പഴക്കമുള്ള ആശുപത്രിയാണ്. അവിടെ പാരസെറ്റമോൾ മാത്രമുള്ള അവസ്ഥയൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഗവൺമെൻറ് ആരോഗ്യരംഗത്ത് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പൂർണ്ണമായ കെടുകാര്യസ്ഥയാണ് ഇത് വെളിവാക്കുന്നത്. ഇതിനകത്ത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഈ ആരോഗ്യവകുപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വകുപ്പാണ്. 50,000-ൽ പരം സ്റ്റാഫുള്ളൊരു വകുപ്പാണ്. ഇത് തനിയെ ഓടിക്കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മന്ത്രിമാരുടെ ഒൻമാൻ ഷോയ്ക്ക്, അത് വിഷമമുണ്ട് പറയേണ്ടി വരുന്നതിൽ, മന്ത്രിമാരുടെ ഒൻമാൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഈ വകുപ്പിനെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യവകുപ്പ് പൂർണ്ണമായിട്ട് നിശ്ചലമായിപ്പോയി. എത്ര പേർക്കറിയാം ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേര്? പണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ വലിയ ടീം, അഡീഷണൽ ഡയറക്ടർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ. നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന ഓരോ പ്രദേശത്തും നമുക്ക് വേണ്ടിയിട്ട് 5000 ജനസംഖ്യയ്ക്ക് 2 ആരോഗ്യ പ്രവർത്തകരുണ്ട്. അത്ര വിശാലമാണ് കേരളത്തിലെ. ഇന്ത്യ പാറ്റേണാണ്. കേരളത്തിലെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ സബ് സെൻറ്റർ, അതിൻ്റെ താഴെ ഇപ്പോൾ വേറെ സെൻറ്ററുകൾ, അപ്പോൾ ആശാ വർക്കർമാർ. അപ്പോൾ നമുക്കൊരുപാട് നമ്മുടെ കാര്യം നോക്കാൻ, ആരോഗ്യകാര്യം നോക്കാനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വലിയ ശൃംഖലയുണ്ട്. ഇതിനെ തകർത്ത് കളഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണ്. പൊതുജനാരോഗ്യ രംഗത്ത് നിൽക്കുന്ന ഒരുപാട് പേര് ഞങ്ങൾ വിഷമിക്കുന്നവരാണ്. അതിനകത്ത് രാഷ്ട്രീയം പോലും ഇല്ല. CPMൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഡോക്ടർമാർ പോലും വിഷമിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനം തകർത്ത് കളഞ്ഞു. ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർക്ക് നേതൃത്വമില്ല. 2 വർഷം വരെ ആ പോസ്റ്റ് ഒഴിഞ്ഞു കിടന്നു. ആലോചിച്ച് നോക്കണം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇല്ലായിരുന്നു കേരളത്തിൽ. കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വന്നിട്ട്. അവരെ പോലും ഒരു നേതൃത്വം കൊടുക്കുന്നതിന് പകരം, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ഞാൻ മനസ്സിലാക്കുന്നത് ആരോഗ്യ ഡയറക്ടർമാർ അവരെല്ലാം ഈ മന്ത്രിമാരുടെ ബസ്സിൻ്റെ പുറകെയായിരുന്നു. അത് വലിയ പരാജയമാണ്. അവിടെയാണ് പറഞ്ഞ ആസൂത്രണം. ഇപ്പോൾ രോഗികളുടെ എണ്ണം കൂടുമെന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ കോവിഡ് വന്നിട്ട് സാമ്പത്തികമായിട്ട് തകരാത്ത കുടുംബങ്ങൾ കുറവാണ്. വളരെ കോടീശ്വരന്മാരൊക്കെ കാണും. ബാക്കി എല്ലായിടത്തും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പ്രതിഫലനമുണ്ട്. അപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടുമ്പോൾ സാധാരണഗതിയിൽ പാവപ്പെട്ടവർ ഏറ്റവും വില കുറഞ്ഞ ചികിത്സയ്ക്ക് പോകും, ചിലവ് കുറഞ്ഞ ചികിത്സയ്ക്ക് പോകും. അങ്ങനെയാണ് സർക്കാർ ആശുപത്രികളിൽ ഒരു തിരക്കിൻ്റെ കാരണം. അത് സർക്കാർ നേരത്തെ കാണേണ്ടിയിരുന്നതാണ്. ഇത് കൂടാതെ കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാണും. നമുക്ക് അതിനകത്തൊരു ഗവേഷണമൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല. കാരണം ഡേറ്റ മുഴുവൻ സർക്കാർ പൂട്ടി വെച്ചിരിക്കുകയാണ്. ആ ഗവൺമെൻറ്റും ഡേറ്റ അനലൈസ് ചെയ്യുന്നില്ല, സ്വകാര്യ ഏജൻസികൾ, ഗവേഷണ ഏജൻസികൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ കാണും. പിന്നെ ജനങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വന്നാലും ഭയമുണ്ട്. സാധാരണക്കാരൻ അവിടെ പോകും. അപ്പോൾ അവർ ഓടി ആശുപത്രികളിലേക്ക് പോകും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പദ്ധതിയുടെ ഒരു ആസൂത്രണത്തിൽ പിഴവുണ്ട്. പിന്നെ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ്. 1000 കോടിയാണ് രണ്ടിടത്തും കൂടെ ആയിട്ട്. ഇന്ന് ആലോചിച്ച് നോക്കണം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് പേര്. ഇതിനകത്ത് കാരുണ്യമില്ല, ആരോഗ്യമില്ല, സുരക്ഷയില്ല. ഇപ്പോൾ പദ്ധതി ഇല്ലാത്ത അവസ്ഥയാണ്. ആ പദ്ധതി ഇങ്ങനെ തീരാൻ പോവുകയാണ്. ഇത് വളരെ നന്നായിട്ട് നടന്നുകൊണ്ടൊരു പദ്ധതിയാണ്. ഇപ്പോൾ പലപ്പോഴും ഗവൺമെൻറ് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് മാത്രം ഉപയോഗിക്കും. ഇത് ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന പദ്ധതിയാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികളെന്ന്. അത് പണ്ടും അങ്ങനെയായിരുന്നു. 2007 തുടങ്ങിയപ്പോഴേ ഇങ്ങനെയാണ്. ഇതിനു മുമ്പും പദ്ധതി ഉണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് തുടങ്ങിയൊന്നുമല്ല. അതിൻ്റെ പേര് മാറ്റിയാണ് കേന്ദ്ര സർക്കാരിനോട് യോജിച്ചതുകൊണ്ട് പേരൊക്കെ മാറ്റി ആകെ ആശയക്കുഴപ്പമായതാണ്. അപ്പോൾ കേരളത്തിൽ ജനങ്ങൾ 2 കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട്. ഒന്ന്, ആരോഗ്യ അവബോധമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ആളുകൾ അസുഖം വന്ന ആശുപത്രികളിൽ പോകും. രണ്ടാമത് ആശുപത്രികൾ ആവശ്യം പോലും ഉണ്ട്. ഈ രണ്ട് കാരണം കൊണ്ട് കേരളത്തിൽ രോഗികൾ കൂടുതൽ. അതിനകത്ത് അവാർഡ് വാങ്ങിച്ചോ അല്ലെങ്കിൽ നമ്പർ 1 ആണെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഈ വരുന്ന രോഗികൾ, ഞാനൊക്കെ ആരോഗ്യ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. ഒരു ദിവസം എത്ര ഫോണാണ് വരുന്നതെന്നറിയോ? ഒന്നിൽ ചികിത്സ കിട്ടുന്നില്ല, വലിയ ദയനീയമായ അവസ്ഥ, ഡോക്ടർമാരില്ല, ആവശ്യം സ്റ്റാഫില്ല, അല്ലെങ്കിൽ ചികിത്സിച്ചിട്ട് സർക്കാർ ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാലൊടിഞ്ഞ് വന്നവന് ഒരു മാസം തന്നെ വിളിക്കുകയാണ്. അയാളെ പോക്കറ്റ് 10 രൂപ പോലും ഇല്ല, കാലൊടിഞ്ഞ ആശുപത്രിയിലാണ്. ഒരു ഓപ്പറേഷൻ ചെയ്ത് കാലിനകത്ത് കമ്പി ഇടണം, കുറിപ്പ് കൊടുക്കുകയാണ്, മരുന്ന് കമ്പി വാങ്ങിച്ചുകൊണ്ടാണ് 15,000 രൂപയാണ്. ഇയാൾ എവിടെ പോകും? അപ്പോൾ ഇത് ഒരു കേസ് ഒരു ദിവസം ആണെങ്കിൽ എത്ര പേര് പോലും എത്ര ആശുപത്രികൾ ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കണം. റൈറ്റ്, ഞാൻ തിരികെ എത്താം. ഡോക്ടർ ഷിജു,